ബോഡി ഷെയ്മിങ് ഒരാളുടെ ശരീരത്തിലെ കുറവുകൾ മറ്റുള്ളവർ കളിയാക്കുന്നതിനാണ് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളൊരു വസ്ത്രമിട്ട് പുറത്തു പോയാൽ തന്നെ മറ്റുള്ളവർ അല്ലെങ്കിൽ ഒരു സദസ്സിൽ കുറേ ആൾക്കാരുള്ള കല്യാണമാകട്ടെ വേറെ എന്തെങ്കിലും ആകട്ടെ, ഒരാൾ കുറച്ച് വികൃതമായി, അയാളെ രൂപം അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അയാൾ സൃഷ്ടിച്ചത് ആ രൂപത്തിലാണ്, സൃഷ്ടാവാണ് സൃഷ്ടിച്ചത്, ആ രൂപത്തിലായിരിക്കും സൃഷ്ടിച്ചത്. ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, വ്യായാമം ഉണ്ടാവില്ല, അങ്ങനെ പല കാര്യങ്ങളും ഓരോരാളെ ഡിപ്പെൻസ് അല്ലേ. അപ്പം അയാൾ അങ്ങനെ ഒരു സദസ്സിലേക്ക്, ഒരു കല്യാണത്തിലേക്ക്, ഒരു ഫംഗ്ഷനിലേക്ക് അയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പച്ചയായി ഇയാൾ പറയും, നല്ലോണം തടിച്ചിട്ടുണ്ടല്ല, അപ്പൊ മറ്റേ ആള് നല്ല മുടിയെല്ലാം കുറെ കൊഴിഞ്ഞല്ല, അപ്പൊ നല്ലോണം മെലിഞ്ഞു പോയല്ല, എന്താ ഫുഡൊന്നും തരത്തില്ലേ. ഇങ്ങനെ ഒരു ആൾക്കാരെ പരസ്യമായി കുറെ ആൾക്കാരെ മുന്നിൽ നിന്ന് ഒരാളെ കളിയാക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളെ വികാരം, നമ്മൾ അയാളെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കി, ഏത് രീതിയിലേക്ക് അയാള് മാനസികമായി അയാൾ തളർന്നു പോയിട്ട്. മറ്റുള്ള മനുഷ്യരുടെ ഫീലിങ്സിന് നമ്മൾ വില കൊടുക്കും. കാരണം നമ്മളെ കൊണ്ട്, അതായത് നമുക്കിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നഷ്ടപ്പെടാനാണ് പോകുന്നത്, ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. പകരം ആ മനുഷ്യന്റെ ആത്മവിശ്വാസമില്ലായ്മക്ക് കാരണമാകുന്നത് നമ്മുടെ ഈ വാക്കാണ്. ആ മനുഷ്യന് ചിലപ്പോൾ പല ടെൻഷൻ അടിച്ച് ഈ ഒരു സംഭവത്തിലായിരിക്കും അവൻ ടെൻഷൻ അടിച്ച് ഡിപ്രഷനിലേക്കെല്ലാം പോകാൻ. ഇന്ന് അത്രയേ ഉള്ളൂ മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ വിഷമങ്ങൾ, മറ്റുള്ളവരുടെ ഫീലിങ്സ് എപ്പോഴും നമ്മൾ വില വെക്കണം, അപ്പോഴാണ് യഥാർത്ഥ മനസ്സിലാവും. അതുകൊണ്ട് ഇതുപോലെയുള്ള ബോഡി ഷെയ്മിങ് നമ്മൾ എതിർക്കേണ്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ്. നമ്മളൊന്നും ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ കഴിവുകൊണ്ടല്ല. സോ നമുക്ക് കുറവുണ്ടെങ്കിലും അത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ കഴിവുകേട് കൊണ്ടോ ഉണ്ടാകുന്നത്. അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആത്മവിശ്വാസം കൂട്ടാനും അവർക്കൊരു മോട്ടിവേഷനും അവർക്കൊരു ഇൻസ്പിറേഷനലായി നമുക്ക് മാറാൻ കഴിയും. പകരം അവരിൽ നിരുത്സാഹപ്പെടുത്തുവാനും അവരെ ഡീഗ്രേഡ് ചെയ്യാനും അവരെ സമൂഹത്തിൽ നിന്ന് കുറച്ച് കാണിക്കാനും നമ്മൾ നടത്തുന്ന ത്വര അത് ഒഴിവാക്കണം. ഇറ്റ്സ് മീ മുഹമ്മദ് ഫലാഹ് സൈനിങ് ഓഫ്. ബൈ.